നമസ്കാരം. ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലെത്തിയ ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ എന്ന ചിത്രം അത് റിലീസായ നാൾ മുതൽ തന്നെ പലവിധ ചേരുവകൾ കൊണ്ട് ചിത്രത്തിൻ്റെ ചേരുവകൾ കൊണ്ട് വളരെയധികം ചർച്ചാ വിഷയമായ ഒരു ചിത്രമാണ്. ഈ സിനിമ റിലീസാകുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഇതിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ഇറങ്ങിയ ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വയലൻസ് രംഗങ്ങൾ നിറഞ്ഞ ഒരു ചിത്രം, വയലൻസ് രംഗങ്ങൾ കൂടുതലുള്ള ഒരു ചിത്രം ഇതാണ് എന്നായിരുന്നു ഇതിൻ്റെ അണിയറ പ്രവർത്തകരുടെ ഒരു അവകാശവാദം. സിനിമ റിലീസായപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം അത് ശരിവെക്കുകയും ചെയ്തു. കാര്യം ഇത് കണ്ട ഓരോ പ്രേക്ഷകനും തിയേറ്ററിൽ നിന്ന് പുറത്തു വന്ന് നൽകിയ റിവ്യൂ അതുതന്നെയാണ്. ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വയലൻസ് രംഗങ്ങളാണ് ചിത്രത്തിലുള്ളത്. പക്ഷേ ഒരു ബോളിവുഡ് ചിത്രത്തോട് കിടപിടിക്കത്തക്കവണ്ണമുള്ള എല്ലാ സാങ്കേതികത്വവും അതിൽ അടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഫൈറ്റ് സീനുകൾ വളരെ ചടുലമായി തന്നെ ഉണ്ണി മുകുന്ദൻ ആ ഫൈറ്റ് സീനുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വയലൻസ് ഇഷ്ടപ്പെടുന്നവർ, സിനിമകളിൽ വയലൻസ് കാണുന്നത് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഈ സിനിമ കണ്ടാൽ മതി എന്നുള്ള അഭിപ്രായമൊക്കെ ഒട്ടനവധി യൂട്യൂബ് വ്ളോഗേഴ്സും റിവ്യൂ നൽകുന്ന ആൾക്കാരുമൊക്കെ ഇതിനോടകം പങ്കുവച്ചതാണ്. ഇത് കഴിഞ്ഞ 4-5 ദിവസം കൊണ്ട് തന്നെ കേരളമൊട്ടാകെ ഈ ഒരു വാർത്ത പരന്നതുമാണ്. പക്ഷേ ഇപ്പോൾ ഈ ചിത്രത്തിനെ മനഃപൂർവ്വം ഒരു വിവാദത്തിലേക്ക് വലിച്ചഴയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശവുമായി KPCC അംഗം അഡ്വക്കേറ്റ് KS അഖിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ബാലാവകാശ കമ്മീഷനും സെൻസർ ബോർഡിനും പരാതി നൽകിയിരിക്കുകയാണ്. ഈ സിനിമയിൽ അരോചകമായ രംഗങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ പല തിയേറ്ററുകളിലും അത് വകവയ്ക്കാതെ കുട്ടികളെ സിനിമ കാണിക്കാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാവർക്കും തന്നെ അറിവുള്ള കാര്യമാണ്. ഇതൊരു പുതിയ കാര്യമല്ല. കാര്യം ചിത്രത്തിന് ഒന്നാമത് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത് A സർട്ടിഫിക്കറ്റ് തന്നെയാണ്. A സർട്ടിഫിക്കറ്റ് ഉള്ളത് തന്നെ ഇത്തരത്തിലുള്ള അരോചകമായ രംഗങ്ങൾ സിനിമയിൽ ഉള്ളതുകൊണ്ടാണ്. വയലൻസിൻ്റെ അതിപ്രസരമാണ് സിനിമയിലെന്ന് ആദ്യം മുതൽ, സിനിമ കണ്ടിറങ്ങിയ ആദ്യ പ്രേക്ഷകൻ മുതൽ തന്നെ പറയുന്നുണ്ട്. അതും ഓരോരുത്തരും പറയുന്നുണ്ട്. പല രംഗങ്ങളും വയലൻസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പോലും കണ്ണുപൊത്തിപ്പോകുന്ന തരത്തിലുള്ള, പക്ഷേ അത് ആ സിനിമ അത്രത്തോളം നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ആ രംഗങ്ങളുടെ ടെക്നിക്കൽ ക്രാഫ്റ്റിലാണ് പലരും കൈയടിച്ചത്. അത് അത്രയും മനോഹരമായി എടുത്തിരിക്കുന്നു. മാത്രമല്ല ഉണ്ണി മുകുന്ദൻ ഒരു ആക്ഷൻ സ്റ്റാർ എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ സിനിമയിൽ കൊണ്ടുവന്ന ഒരു സ്വാഗൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ഉണ്ണി മുകുന്ദൻ അടുത്ത ഒരു സൂപ്പർ താരമാണെന്ന് പോലുമുള്ള രീതിയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് അഖിലിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പരാതി വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. ഇതിനെതിരെ ഒരു കൂട്ടം സിനിമാ ആരാധകരും ഉണ്ണി മുകുന്ദൻ ഫാൻസുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലും ഇത് പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ഒരു പരാതിക്കെതിരെയുള്ള ഒരു അഭിപ്രായ പ്രകടനം പങ്കുവയ്ക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇതാണ്: ഈ സിനിമ വയലൻസ് ആണെന്ന് ആദ്യം മുതൽ പറയുന്നുണ്ട്. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ പറഞ്ഞു, ഇതൊരു വെറും മാർക്കറ്റിംഗ് തന്ത്രത്തിന് വേണ്ടി മാത്രം അവർ പറഞ്ഞതല്ല. അവർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സിനിമ കാണുന്നവർക്ക് മനസ്സിലാകും. അത് അങ്ങനെ തന്നെയാണ്. അതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഉടനീളം അരോചകമായ രംഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സീനുകളുണ്ട്. പക്ഷേ അത് സാങ്കേതിക ഒരു ഫിലിം എന്നുള്ള നിലയിൽ അത് കാണുമ്പോൾ അതിൻ്റെ ഒരു മേക്കിങ്ങിലും മറ്റു കാര്യങ്ങളിലും മലയാളം സിനിമ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന തരത്തിൽ നമ്മൾ അഭിമാനിക്കാൻ തക്ക വകയുള്ള രീതിയിലാണ്. പ്രത്യേകിച്ചും ഇംഗ്ലീഷ് സിനിമകളോട് കിടപിടിക്കത്തക്കവണ്ണമുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലാണ് ചിത്രം അവലംബിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ആരോപണവും ഈ പരാതിയുമെല്ലാം ഉണ്ണി മുകുന്ദൻ എന്നൊരു സ്റ്റാറിനെ കേന്ദ്രീകരിച്ചാണ്. നമുക്കറിയാം, ഉണ്ണി മുകുന്ദൻ്റെ ആദ്യ നിർമ്മാണ സംരംഭമായ മേപ്പടിയാൻ എന്ന സിനിമ 2 വർഷങ്ങൾക്ക് മുമ്പ് മേപ്പടിയാൻ ആദ്യം റിലീസാകുമ്പോഴും ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ ക്രൂരമായ അല്ലെങ്കിൽ നിശ്ചിതമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അന്ന് സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് ചിത്രത്തിൽ ഉപയോഗിച്ചു എന്ന് കാണിച്ചാണ് അന്ന് വലിയ രീതിയിലുള്ള ഒരു വിവാദമുണ്ടായത്. അതുമാത്രമല്ല, ഈ ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്ന് എഴുതി കാണിക്കുമ്പോൾ അതിൽ UMF ഒരു കുങ്കുമ കുറിയും ഭസ്മവും കലർന്ന ഒരു ഇതാണ്. ഇതൊക്കെ ഹിന്ദുത്വത്തിൻ്റെ തീവ്ര നിലപാടുകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ണി മുകുന്ദൻ മനഃപൂർവ്വം ഉപയോഗിക്കുന്നതാണെന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ അന്ന് വന്നിരുന്നു. അത് കഴിഞ്ഞ് മാളികപ്പുറം എന്ന ചിത്രം ഇറങ്ങിയപ്പോഴും സമാനമായ രീതിയിൽ തന്നെ അദ്ദേഹം ഒട്ടനവധി ആരോപണങ്ങൾ നേരിട്ടതാണ്. സമാജം സ്റ്റാർ എന്നുള്ളൊരു വിളിപ്പേര് പോലും ഉണ്ണി മുകുന്ദന് അന്ന് ചാർത്തി കൊടുത്തു. പക്ഷേ ആ കെട്ടുപാടുകളൊക്കെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ ഒരു പാൻ ഇന്ത്യൻ മൂവി എന്ന രീതിയിൽ തന്നെ ഈ ഒരു മാർക്കോ എന്ന സിനിമയുമായി രംഗത്തെത്തിയത്. ഇത് അദ്ദേഹത്തിൻ്റെ ഒറ്റയ്ക്കുള്ള പ്രൊഡക്ഷനല്ല, അദ്ദേഹം പ്രൊഡ്യൂസർ മാത്രമാണ്. പക്ഷേ ഈ സിനിമയിലും അദ്ദേഹത്തിനെ തിരഞ്ഞുപിടിച്ച് ഇപ്പോൾ ഇതിൻ്റെ സംവിധായകനോ നിർമ്മാതാവിനോ ഒന്നും പഴി പറയാതെ ഉണ്ണി മുകുന്ദന് നേരെയുള്ള ഒരു വിമർശനമായി ഇതിനെ കാണുകയാണ്. അതിപ്പോൾ KPCC അംഗം മാത്രമല്ല, വേറെയും ചിലരൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇതിനെതിരെ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സുരാജ് വെഞ്ഞാറമ്മൂട് ഇതിനെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യവും വലിയ രീതിയിൽ വിവാദമായിരുന്നു. സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ പ്രൊഡക്ഷനിൽ പുറത്തിറങ്ങിയ ഒരു സിനിമ പ്രൊമോഷന് വേണ്ടി അദ്ദേഹം പറഞ്ഞത് ഇതിൽ കൊലയും ഒന്നുമില്ല, ആർക്കും വന്ന് കാണാം എന്നുള്ളൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയുണ്ടായി. അതും
സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഒരു വിവാദമായി മാറിയിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഈ KPCC അംഗം ചിത്രത്തിനെതിരെ ബാലാവകാശ കമ്മീഷനും സെൻസർ ബോർഡിലേക്കും ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്തായാലും റിലീസ് ചെയ്ത് 4 ദിവസം കഴിയുമ്പോൾ തന്നെ 4 കോടിക്ക് മുകളിൽ ഗ്രോസ് കളക്ഷനുമായി ചിത്രം ഇപ്പോൾ ബോക്സ് ഓഫീസിൽ കുതിച്ചു മുന്നേറുകയാണ്. വലിയ അഭിപ്രായങ്ങളാണ് സിനിമ സാങ്കേതിക രംഗത്തുള്ളവർ പോലും, പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ടെക്നീഷ്യൻസ് പോലും സിനിമയെ വലിയ രീതിയിലാണ് അഭിനന്ദിച്ചിരിക്കുന്നത്. സിനിമയെ മാത്രം കാണുക, അതിലെ വയലൻസ്, ആ സിനിമ അവകാശപ്പെടുന്ന കഥയ്ക്ക് അനുസൃതമായ വയലൻസ് സിനിമയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ അതിനെ ഏറ്റവും മികച്ച ഒരു ടെക്നിക്കൽ ക്രാഫ്റ്റാക്കി അതിൽ അണിയിച്ചൊരുക്കുന്നതിൽ അണിയറ പ്രവർത്തകർ വിജയിച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ കാണുന്നതിന് പകരം ഇതിനെ വലിയ രീതിയിലൊരു വിവാദമാക്കുകയും ഇത് സമൂഹത്തിനിടയിലേക്ക് ഇതൊരു തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്യുന്നവർക്കാണ് ഉള്ളിൽ വയലൻസ് നിറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ചില പോസ്റ്റുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.